ഇപ്പോൾ ദേവസ്വം മുൻ സെക്രട്ടറി ജി ബൈജു കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജി ബൈജു, ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം. ഈ ഒരു അദ്ദേഹത്തിന്റെ മറുപടിയെ എത്രത്തോളം നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ കഴിയും? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി സംബന്ധിക്കുന്ന ഇക്കാര്യത്തില് അതനുസരിച്ച് നമുക്കൊരു നിഗമനത്തിൽ എത്താൻ നമുക്ക് സാധിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് പൂർണ്ണമായി ഒരു വിശ്വാസത്തിലെടുക്കണമെന്നോ അല്ലെന്നോ നമുക്ക് ഇതിന്റെ അന്വേഷണം പൂർത്തിയാകുന്നിടം വരെ നമുക്ക് കാണാനാവില്ല. പക്ഷെ ഇതിനകത്ത് അന്തർഭവിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് 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 നമ്മളെ കണ്ടില്ലെന്നും നടിക്കാൻ പറ്റില്ല. കാരണം ഈ സ്വാതന്ത്ര്യം കിട്ടി കേരളപ്പിറവിക്ക് മുമ്പേ ഉള്ള ഒരു ദേവസ്വം മാനുവലാണ് നമുക്കുള്ളത്. ആ ദേവസ്വം മാനുവലിനകത്ത് ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ വഴിപാടായി സമർപ്പിച്ച് ഒരു സ്വർണമായിക്കൊള്ളട്ടെ, ഒരു വിളക്കായിക്കൊള്ളട്ടെ എന്തെങ്കിലും സമർപ്പിച്ചാൽ അതെല്ലാം പിന്നെ ദേവന്റെ സ്വത്താണ്. ആ ദേവന്റെ സ്വത്തിന്റെ വിനിയോഗം സംബന്ധിച്ച് ഓരോ കാര്യങ്ങൾ സംബന്ധിച്ചും കൃത്യമായ കാര്യങ്ങൾ ദേവസ്വം മാനുവലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആ ദേവസ്വം മാനുവലിൽ അത് ഹിന്ദുമത ധർമ്മ സ്ഥാപന നിയമത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ക്ഷേത്രത്തിൽ നടക്ക് വെക്കുന്ന സാധനങ്ങൾ ഭഗവാന്റെ ഇപ്പോ വിജയമല്യ പിന്നെ അവിടെ സ്വർണം പൂശി വിജയമല്യ സ്വർണം പൂശി അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വിജയമല്യയുടെ അല്ല ആ സ്വർണം, അത് ശബരിമല അയ്യപ്പന്റെയാണ്. അവിടുത്തെ മൂർത്തിയുടെയാണ്, ഡൈറ്റിയുടെയാണ്. ഡൈറ്റിയുടെ സ്വർണം ഇത്തരം മുതലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതായത് ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ച് തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്ന് കൃത്യമായി HR ആക്ടിൽ വ്യവസ്ഥയുണ്ട്. അത് ലംഘിക്കപ്പെട്ട 2 ഘട്ടങ്ങളിൽ അത് ലംഘിക്കപ്പെട്ടപ്പോഴാണ് ഈ വിവാദം അഗ്നി പോലെ ആളിക്കത്തിയത്. അവിടെയാണ് പ്രശ്നം. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അതേപോലെ നമ്മളുള്ള പല ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് വരുന്നുണ്ടാവും. അവർക്കൊക്കെ ഇത്തരം ഒരു വിവാദത്തിന് കൊടുങ്കാറ്റ് ഉയർത്തുവാൻ അവസരമുണ്ടാക്കിയത് ആരാണ്? ഇത്തരം ചില ഭരണാധികാരികൾ ചില ഘട്ടങ്ങളിൽ എടുത്ത ബോർഡിന്റെ തെറ്റായ ചില സമീപനങ്ങളാണെന്ന് ഈ പറയാതിരിക്കാനാവില്ല.